ആനയടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പഠനോപകരണം വിതരണം ചെയ്തു. ആദരവും സംഘടിപ്പിച്ചു. ക്ഷീരകർഷകർക്ക് ധനസഹായവും വിതരണം ചെയ്തു. ആനയടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത്. വിരമിച്ച വേണുക്കുറുപ്പിന് ആദരവും നൽകി. ക്ഷീരകർഷകർക്ക് പശുവിനെ വാങ്ങാനും തൊഴുത്തുകൾ നന്നാക്കാനുമുള്ള ധനസഹായവും വിതരണം ചെയ്തു. ഉല്ലാസ് കോവൂർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സംഘത്തെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. അതിനൊപ്പം ഉണ്ടാകും, അത് കർഷകരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ എപ്പോഴും കയറി വരാവുന്ന, എപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന എന്നല്ല. കഴിഞ്ഞ 2016 മുതൽ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു പൊതുപ്രവർത്തകനായി, ഒരു സമര പോരാളിയായി ഒക്കെ നിന്നപ്പോൾ എല്ലാ ഘട്ടത്തിലും ഹൃദയപൂർവ്വം ചേർത്ത് പിടിച്ച വേണുസാറിന്റെ സഹകരണ സംഘത്തിന് എന്താവശ്യമുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ, അതിനാവശ്യമായ തുക നൽകാൻ, അതിനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ, അതിനാവശ്യമായി ഭരണാധികാരികളെ കാണാൻ, ഏതാവശ്യത്തിനും ഈ സംഘത്തോടൊപ്പം ഉണ്ടാകുന്ന ഉറപ്പ് ഞാൻ ആത്മാർത്ഥമായി പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടത്. കാരണം ഇത്തരം പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകൾ ഇനി ഇവയൊക്കെയാണ് നമ്മളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സംഘങ്ങൾ, സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ നാശോന്മുഖമായി പോകുന്ന കാലഘട്ടത്തിൽ അതിനെ എല്ലാ അർത്ഥത്തിലും പിടിച്ചു നിർത്താൻ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്. ഒരു 25 പേരെ ഒന്ന് ചേർത്തിരുത്താൻ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പുതിയ കാലഘട്ടമാണ്. അവിടെ ഈ രാവിലെ സമയത്ത് തന്നെ ഇത്രയും അധികം ക്ഷീരകർഷകരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുവാനും ഏറ്റവും ഇന്നോവേറ്റീവായി സംഘത്തെ മുന്നോട്ട് നയിക്കാനും എല്ലാം ഈ ഭരണസമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, ഏറ്റവും മികച്ചതാണ്, ഏറ്റവും ഉന്നതമാണ്. സംഘം സെക്രട്ടറി ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് വി വേണുഗോപാലക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ബിജു പി രാജേന്ദ്രൻ, സരസ്വതി അമ്മ, സുനിത ജോസ്, TC പ്രസന്നൻ, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് സമരങ്ങളിലൂടെ, ഒരുപാട് കേസുകളിലൂടെ കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെന്റുകൾ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളത് എത്രയെന്ന് പറയാൻ പറ്റില്ല. നായനാർ ഗവൺമെന്റ് ഉള്ളപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ നായർ എന്നെ ഞാനന്ന് മിൽമയുടെ ബോർഡ് മെമ്പറാണ്, പിരിച്ചുവിട്ടതാണ്. ഞാൻ നിയമയുദ്ധത്തിലൂടെ തിരിച്ചു വന്നാണ് ഇതിൻ്റെ വീണ്ടും പ്രസിഡന്റായത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. എനിക്ക് ഏകദേശം 10-25 വർഷക്കാലം സംസ്ഥാന മിൽമയുടെ ഡയറക്ടറായി ലോകം മുഴുവൻ കറങ്ങി നടന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയെ, കർഷകരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ഭരണസമിതിയും പ്രിയപ്പെട്ട ജീവനക്കാരും പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.